ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മോമോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലുണ്ട് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കർഷക സ്ത്രീ എന്താ പറയുന്നത്, തൊഴിലുറപ്പിന് പോവുകയാണ് കേട്ടോ. ഇതും ഇവിടെ ചടഞ്ഞു കൂടിയിരിക്കുന്നതിൽ നല്ല രസമാണ് പോയാൽ. അവരുടെയൊക്കെ കൂടെ കൂടി ചുമ്മാ ഇച്ചിരി വഴക്കൊക്കെ ഉണ്ടാക്കി, ഗുസ്തിയൊക്കെ പിടിച്ച് വഴക്കൊക്കെ ഉണ്ടാക്കി, തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് അങ്ങനെ മനസ്സൊക്കെ ഒരു ഇതാക്കിക്കൊണ്ട് വരാം. അപ്പോൾ അതൊരു നല്ലതല്ലേ? നമ്മൾ പോയാൽ നമ്മൾ പണിയും ചെയ്യാം. അപ്പം നമ്മുടെ ശരീരത്തിന് എക്സസൈസും ആകും, നമ്മുടെ കൊളസ്ട്രോളും കുറയും, ക്യാഷും കിട്ടും. അതിൻ്റെ കൂടെയോ അവരെല്ലാവരോടും കൂടി നമുക്ക് കുറച്ച് മനസ്സിന് കുറേ സന്തോഷം തരും. അപ്പം നല്ലതല്ലേ? അപ്പോൾ എനിക്ക് എത്ര കൂട്ടം കാര്യങ്ങൾ ഉണ്ടെന്ന് ഓർത്തേ ആ ഒരു ഇതിൽ നിന്ന്. എനിക്ക് ഇച്ചിരി കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ ആ തൊഴിലുറപ്പിനൊക്കെ പോകാൻ തുടങ്ങി ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ കുറഞ്ഞായിരുന്നു. അവളൊക്കെ തന്നെ ഇപ്പം ഈ നഖം പറഞ്ഞതിന് ശേഷം ബോഡി വെയിറ്റ് കൂടിയിട്ടില്ല, പക്ഷേ ഒത്തിരി അങ്ങ് കുറഞ്ഞിട്ടുമില്ല, അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരാഴ്ച കൊണ്ട് എനിക്ക് ഇച്ചിരി ബോഡി വെയിറ്റും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് എനിക്ക് തൊഴിലുറപ്പിന് പോകുന്നതുകൊണ്ട് കേട്ടോ. അപ്പം എന്തായാലും പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. പോയിട്ട് ഞാൻ പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഞാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. ദൂരം കയറ്റം കയറണമെന്ന് അറിയോ? കുറേ പോകണം എന്ന് പറഞ്ഞാൽ കുറേ പോകണം. സമയം 8:20 8:20 8:30 8:35 ആകുമ്പോഴത്തേനും അവിടെ ചെല്ലണം. ഞങ്ങൾ പിന്നെ ഈ പറഞ്ഞ കണക്ക് രാവിലത്തെ പോകാകുമ്പോൾ വെയിലിരുന്നില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു വിധത്തിൽ പെട്ടെന്ന് പോകും. പിന്നെ ഉച്ചയ്ക്കാണ് ഇച്ചിരി മടുപ്പ്. പക്ഷെ ഉച്ചയ്ക്ക് ഉമാചേച്ചി അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ, അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. പക്ഷെ എനിക്കിവിടെ വരുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് പണി ചെയ്യാം. ഇന്ന് വന്നിട്ട് വെള്ളം ക്ലീൻ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പണി ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. അപ്പോൾ കുമാച്ചേച്ചി അവിടെ നിൽക്കാൻ പറയുന്നുണ്ടെങ്കിലും അതാ കേട്ടോ ഞാൻ നിൽക്കാൻ ഇങ്ങനെ പോകുന്നത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വീഡിയോയുടെ ആണെങ്കിലും എന്തെങ്കിലും ഇച്ചിരി എടുക്കാം. 1.5 മണിക്കൂർ സമയം നമുക്ക് കിട്ടുമല്ലോ. ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കാര്യം ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. 1.5 മണിക്കൂർ കിട്ടിയില്ലെങ്കിലും 1 മണിക്കൂറിന് മുകളിൽ കിട്ടും. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നും പോയിട്ടൊക്കെ വരാം. ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ ആയിരിക്കും. നിങ്ങളാരും മിസ് ചെയ്യാണ്ട് വേണം കേട്ടോ. നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോ സങ്കടകരമൊക്കെ ആയെന്ന് എനിക്കറിയാം. എല്ലാവരെയും വിഷമിപ്പിച്ചു, ദൈവനിശ്ചയം പോട്ടെ. അപ്പം ഇന്നത്തെ ഒരു സന്തോഷം നിറഞ്ഞ വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കണ്ടോ. അപ്പം ബൈ. കണ്ടോ, നമ്മൾ അവിടുന്ന് വന്നിട്ട് ഇതിലേ അങ്ങ് പോകണം. അതുകൊണ്ട് ഇവിടുത്തെ വഴിയെല്ലാം ഭയങ്കര മോശം കേട്ടോ. ആ സൈഡിൽ ഏറ്റവും അങ്ങേറ്റത്താണ് ഇന്ദിരാമ്മയുടെ വീട്. ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇന്ദിരാമ്മയുടെ വീട് കാണിക്കട്ടെ. കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് നമ്മുടെ ഇന്ദിരാമ്മയുടെ വീട്. കണ്ടോ, ഇന്ദിരാമ്മയൊന്നും ഇല്ല കേട്ടോ. കാണും, പിള്ളേർ കാണും. കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്ദിരാമ്മയുടെ വീട്. ഒരു പട്ടി വരുന്നുണ്ട്. ഈ പട്ടീനെ പേടിയാണ്. ഏറ്റവും കയറ്റത്തിൻ്റെ താഴെ വന്ന് നിൽക്കുക കേട്ടോ. ഇന്ദിരാമ്മയുടെ വീടിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഒരു മലയുടെ മണ്ടയെത്തണം നമ്മുടെ കുമാരേച്ചിയുടെ വീട്ടിൽ തന്നെ. കണ്ടോ, ഇതിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം തോന്നും. കുറേ ദൂരമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ പണിയേണ്ട സ്ഥലം. കണ്ടോ, എന്നാ കളയും പുല്ലും കാടുവാന്ന് കണ്ടോ. ഇവിടെ വെട്ടിത്തെളിക്കേണ്ടി, വെട്ടിത്തെളിച്ച് തട്ട് തിരിക്കണം. അപ്പോൾ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ. കൈയും കാലും ഒക്കെ കഴുകി പുറത്ത് നിന്ന് കഴുകിയിട്ട് ഇങ്ങോട്ട് അകത്തോട്ട് കയറി വന്നുള്ളൂ. ഫേസ് ഒന്ന് വാഷ് ചെയ്യണം. ഫേസൊക്കെ വിയർത്ത് ഒരു പരുവത്തിലിരിക്കുന്നത് അല്ലേ. അപ്പം പെട്ടെന്ന് വന്നേ അന്നേരം തന്നെ ഒരു കപ്പ് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നല്ല ഏത്തപ്പഴം പഴുത്തമുണ്ട്. അപ്പോൾ അത് വെച്ചൊരു സ്മൂത്തിയോ ഒരു ഷേക്കോ എന്തെങ്കിലുമൊക്കെ പേരിടാം. നമ്മളിടുന്നതല്ലേ വേരല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടാക്കി നല്ല ഇതായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. വയറിനകത്തൊക്കെ ഒരു പുകച്ചിൽ മുടക്കൊക്കെ ഉണ്ട്. അപ്പം ഒത്തിരി നല്ലതല്ലേ, പോകാനായിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ. അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഞാൻ പോയി മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. ഇന്നത്തെ പണിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിപ്പണിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആരോഗ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ, ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധനമൊക്കെ കഴിച്ചില്ലെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഭയങ്കര പാടായിരുന്നു. ചേട്ടന്മാർ വരെ ഇന്ന് മടുത്തു പോയി. അതേപോണക്കത്തെ തറഞ്ഞു കിടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ചെയ്തിട്ട് വന്നപ്പോഴത്തേനും ഒരു ആരോഗ്യക്കുറവൊക്കെ, ഒരു ചെറിയ ക്ഷീണവും കേട്ടോ ഒക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കി കഴിച്ചേക്കാന്നേ. അതിന് ഞാൻ ഒരു ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ശകലം ചിയാ സീഡ് എടുത്തിട്ടുണ്ട്, നട്ട്സ്, പിസ്ത, പിന്നെ ബൂസ്റ്റ് ഇട്ട് പാല്, തണുത്ത പാലാണ് കേട്ടോ, തിളപ്പിച്ചിട്ട് തണുത്ത പാലാണ് അതെടുത്തിട്ടുണ്ട്. ഒരു ശകലം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട്, ശകലം. അപ്പോൾ ഇവനെ എല്ലാം കൂടെ നമുക്കൊരു അടിപൊളിയാക്കാം.
അവനെ ഞാൻ നല്ല സെറ്റായിട്ട് അടിച്ച് റെഡി ആയിട്ട് എടുത്തു കേട്ടോ. ഒരു ഫുൾ ഏത്തപ്പഴം എടുത്തില്ല, പകുതി എടുത്തുള്ളൂ. കാരണം അത് അത്യാവശ്യം വലിയ പഴമായിരുന്നേ. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പകുതി എടുത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തു. അതിന് മുമ്പ് തന്നെ ഉണ്ടല്ലോ, ഞാൻ പഞ്ചസാര ഒരു പൊരിയേ ഇട്ടുള്ളായിരുന്നു. പക്ഷേ എനിക്കത് എന്നെ ഒരു ശക്കല ടേസ്റ്റ് കുറവ് തോന്നി. അപ്പം ഞാൻ ഇതെന്നറിയോ, ലേശം തേനും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടെ മിക്സിയുടെ ജാറിനകത്ത് അടിച്ചെടുത്തു. ഇനി അപ്പം വേണ്ടേ, അടിപൊളി അടിച്ച് ഒരു ലേശം ഒരു നുള്ളി ചിയാ സീഡ് ഇട്ടു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ പിസ്തായും കൂടി ഇട്ട് കേട്ടോ. എന്നിട്ട് ഇവനെ ഒരു തട്ട് തട്ടാൻ പോവാ. ഇതൊക്കെ ശരിക്കും വെട്ടുകളയായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇതേപോലൊക്കെ ഞാൻ കിടന്ന് വളർന്നിട്ടില്ല. പണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് വളർന്നിട്ടുണ്ടോ, ഇപ്പം ഈ അടുത്ത ഇടയ്ക്ക് അതേ പാടായിരുന്നു. എല്ലാവരും എടുത്തു പോയി കേട്ടോ, എല്ലാവരും എടുത്തു പോയി. പിന്നെ ഞങ്ങളുടെ ആ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അതിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാൻ തന്നെയാണ്. ബാക്കി എല്ലാവരും നല്ല അത്യാവശ്യം പ്രായമുണ്ടും പാവങ്ങളും മടുത്തു പോവാ കേട്ടോ. ചേട്ടന്മാർ രണ്ടുപേരും ശരിക്കും മടുത്ത്. എൻ്റെ അമ്മ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർ അവള് പോയി വിറ്റാമിൻ ഇൻക്രൂവൊക്കെ തിന്ന് ഞങ്ങൾക്ക് തന്നില്ലെന്ന് പറയും. അപ്പം ഞാൻ ആ ചിയാ സീഡിനെയൊക്കെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കട്ടെ കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തേൻ ഒഴിച്ചപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയി കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ. ചെറുപഴമോ പഴമോ ഒക്കെ ഉണ്ടല്ലേ, പിള്ളേർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഉണ്ടാക്കി കൊടുത്തു നോക്ക്. അടിപൊളിയാട്ടോ. ആ തേനിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സാധാരണ എനിക്കുണ്ടാക്കുവാണെങ്കിൽ വലിയ മധുരം ചേർക്കയില്ല. പക്ഷെ ഇന്നിങ്ങനെ അടിച്ചപ്പം പിന്നെ ഏത്തക്കയുടെ ഒരു എന്താ പറയുക, വേറൊരു ഇത് പോണക്ക് എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ ഇച്ചിരി തേനോട് ഒഴിച്ചത്. നമ്മുടെ മാതാവിൻ്റെ തേനല്ലേ അവിടെ ഇരുന്ന് എടുത്തുകൊണ്ട് കൊണ്ടൊഴിച്ച്. നല്ല കേട്ടോ. എനിക്ക് ചോറ് തിന്നാൻ ഭയങ്കര മടിയാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ വിശപ്പ് പൊക്കോളുകയും ചെയ്യും, നമുക്ക് ശരീരത്തിന് വലിയ കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് ഞാൻ ഈ ഉച്ചയ്ക്കും രാവിലെ ഇട സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കും, പരിപാടി കാണിച്ച് കഴിക്കും. പിന്നെ എന്തെങ്കിലും വല്ല തോരനോ പച്ചക്കറിയോ അവിയലോ അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ കഴിക്കും കേട്ടോ. പിന്നെ എന്തായാലും ഞാനിത് കഴിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി വിശേഷം. ഇതിങ്ങനെ വെച്ച് നോക്കിയിരുന്നിട്ട് എങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനുണ്ടല്ലോ തണുത്ത പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ. അപ്പം അതിനകത്തോട്ട് ശകലം ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്തു. ബൂസ്റ്റിൻ്റെ ഒന്നും ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഇട്ട് കൊടുത്തുള്ളൂ. അതാ കലക്കി അതിനകത്ത്. അതുകൊണ്ട് വലിയ തണുപ്പില്ല, എന്നാൽ അത്യാവശ്യം ഒരു കുഞ്ഞു തണുപ്പുണ്ട് താനും. നിങ്ങൾക്കൊക്കെ ആകുമ്പോൾ ഐസ് കട്ടയൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ, തണുപ്പിനൊക്കെ വേണമെങ്കിൽ. നല്ല അടിപൊളി, പിള്ളേർക്കാകുമ്പോൾ ഇഷ്ടപ്പെടും. ഇതാകുമ്പോൾ എല്ലാം നിങ്ങളുടെ വൈദ്യം ചെന്നുകൊടുമല്ലോ. ബദാമുണ്ടെങ്കിൽ ബദാമോ, പിന്നെ നമ്മുടെ എന്നാ ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ഈന്തപ്പഴം ഒക്കെ ഇതിനോട് ഇടാൻ പറ്റും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയറ്റിലോട്ട് അതെല്ലാം അത്യാവശ്യം ചെല്ലുമല്ലോ, നല്ലതല്ലേ. അങ്ങനെ ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പം ഇരിക്കുന്നു, ചോറ് ഇരിക്കുന്നു, ഒക്കെ ഇരിക്കുന്നു. ഓ ഷെയ്ക്ക് എന്നാ പറയുന്നത്, സ്നാക്സ് അതൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. ചേട്ടാ എപ്പോഴും പറയേ, ഈ സിന്ധുവിന് എന്നാണ്ട് കുഞ്ഞു പിള്ളേരുടെ സ്വഭാവമാണ്. എനിക്കിങ്ങനെ എന്നാ പറയുന്നത്, ചോറും കപ്പയും ഒന്നും അത്ര വലിയൊരു പിടുത്തമില്ല. കപ്പ പിന്നെ ഇച്ചിരി ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കി നോക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഒക്കെയാണ് എനിക്കിഷ്ടമാണല്ലോ. അപ്പം ഞാൻ ഇവനെയും കൂടെ ഉണ്ടാക്കാൻ കുക്കർ എടുത്ത് വെച്ചേക്കുന്നു. ഇവനെയും കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാം. ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ച് ഇങ്ങനെ ആക്കാം. ഇങ്ങനെ വിശക്കുന്നു നിങ്ങൾ പറ, ഒറ്റ കുക്കർ ഇതൊക്കെയാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. പിന്നെ എങ്ങനെ വിശക്കും അല്ലേ? പിന്നെ വിശക്കുന്നില്ല, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ. കണ്ടിട്ടോ, അങ്കൻവാടിയിലും നേഴ്സറിലും ഒക്കെ പോകുന്ന പിള്ളേരെ പുറക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ കഴിച്ചോളൂ. ഉച്ചയ്ക്ക് വന്നു ചോറ് തിന്നാൻ കരുത്തിനകത്ത് ഇങ്ങനെ ഒരു കുഴിമടിച്ച് കേട്ടോ. വഴി കണ്ടോ കിടക്കുന്നത്. എന്ത് മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണെന്നറിയാം ഇവിടെയൊക്കെ. പക്ഷെ വഴിയൊക്കെ ഭയങ്കര മോശമാണ്. അല്ലേ സ്കൂട്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു എനിക്ക്. പക്ഷേ സ്കൂട്ടിക്ക് വരവ് ഭയങ്കര ദുരിതമോ, ഭയങ്കര പാടാണ്. ഇതുണ്ടോ വഴി. അയ്യോ, ഉച്ചയ്ക്കാണെങ്കിലും ഉണ്ണാനൊക്കെ ആണെങ്കിലും നല്ല വഴിയായിരുന്നെങ്കിൽ സ്കൂട്ടിയും കൊണ്ടൊക്കെ പോകായിരുന്നു. പക്ഷേ പറ്റത്തില്ല. അപ്പോൾ ഷെയ്ക്കൊക്കെ കുടിച്ച്, ഷെയ്ക്കെന്നാണോ അതിൻ്റെ പേര്, അതോ സ്മൂത്തിയോ എന്തെങ്കിലും പേരിട്ടോ, അതൊക്കെ കഴിച്ചു. എന്നിട്ട് എൻ്റെ ചില സമയം പുറത്തിറങ്ങി ഇരിക്കാൻ നോക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് പുറത്തിനും നടുവിനും കയ്യടി ഈ രണ്ട് സൈഡും വേദന എടുക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ഈ ഒരുക്കും ഭയങ്കരമായിട്ട് തുറഞ്ഞു കിടക്കും. ഒരു 5 വെട്ട് വെട്ടിയാലാണ് ഒരു അടുത്തേ പുല്ല് വരത്തുള്ളൂ. അയ്യോ ഭയങ്കര പാടായിപ്പോയി. എന്തായാലും പക്ഷേ എന്നെ പാടാന്ന് പറഞ്ഞാലും എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരുടെയും കൂടെ കൂടി കഴിയുമ്പോഴത്തേനും മനസ്സിന് ഒത്തിരി ഒരു സുഖം കിട്ടും കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മൊത്തം താളം തെറ്റിയ മാതിരി എന്തോ ഒരു മനസ്സിങ്ങനെ വിങ്ങിട്ടേ
വേറെ ഒരു കാര്യം എനിക്ക് ചിന്ത വരുന്നില്ല. ഞാൻ ആ മോളെയും അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചിരുന്നേ. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്കൂടെ വന്നിട്ട് പിന്നെ പോകാൻ സമയത്ത് തന്നെ എന്നറിയോ, വീട്ടിലിരുന്ന് ചെരുപ്പ് ഇട്ടുണ്ടങ്ങ് പോയി. ഇവിടെ ഞാൻ മറ്റേ ചെരുപ്പ് കൊണ്ട് കഴുകി ഉണങ്ങാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇട്ടുകൊണ്ട് പോയി. അവിടെ ചെന്നിട്ട് ഞാൻ അറിയുന്നില്ല. അവിടെ ചെന്നപ്പോഴത്തേനും നെല്ലിയാനിക്കുന്നല്ലേ സരസ്വം ചേച്ചി ചോദിച്ചാൽ ഇത് നല്ല സെറ്റ് ചെരുപ്പാണല്ലോ സിന്ധു, അടിപൊളി ചെരുപ്പാണല്ലോ അത്. അപ്പം ഞാൻ ഇതേ ഈ പറയുന്നത് ഇത്രയും കില്ല ചെരുപ്പിന് ഞാൻ പണിയായിട്ടോട് പോകുന്ന വെറും പന്ന ചെരുപ്പല്ലേ. അപ്പം പറയാം ഞാൻ പറഞ്ഞു അയ്യോ ഇത് ഞാൻ വീട്ടിലിരുന്ന് ചെരുപ്പായി ചേച്ചിന്ന്. കാരണം മറവി അത്രയ്ക്കും എൻ്റെ മൈൻഡ് മൊത്തം ഇന്നലെ ഡൗൺ ആയിരുന്നു. അയ്യോ ഒരു രക്ഷയില്ല. പക്ഷേ എനിക്ക് എന്നാ പറച്ചിട്ട് പറഞ്ഞാലും വീണ്ടും ഞാൻ മല ചേച്ചിയെ മെസ്സേജ് ഇടുകയും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിനൊരു സമാധാനമാകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടില്ലേ ഇന്ന് ചേച്ചി കമൻറ്റ് ഇട്ടേക്കുന്നത് കണ്ടായിരുന്നോ? ദൈവമേ ആ കമൻറ്റ് വായിച്ച് ഞാൻ തൊഴിലുറപ്പിൻ്റെ സ്ഥലത്ത് ഞങ്ങളെല്ലാവരും കുറേ ഒരുക്കി കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കുമല്ലോ, വെള്ളം കുടിക്കാനൊക്കെ ഇച്ചിരി നേരം ഇരിക്കും. അപ്പോൾ ഇരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അന്നേരം ആ ടൈമിൽ ഞാൻ എടുത്ത് നോക്കും, കമൻറ്റൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കും കേട്ടോ ഓണാക്കി. അപ്പം ഞാൻ ഓണാക്കി നോക്കി ഇത് കണ്ടു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കണ്ടപ്പോഴേ. ശരിക്കും പറയുമ്പോൾ പ്രസവിക്കണമെന്നില്ല, കൂടപ്പുറപ്പ് ആണെങ്കിൽ അത്രയ്ക്ക് സ്നേഹനിധിയായ ഒരു ചേച്ചിയും ചേട്ടനും ഒക്കെയാണ് ആ ഫാമിലി. നമ്മുടെ എന്നാ പറയുന്നത്, ഞാൻ ഒത്തിരി ഇങ്ങനെ വേദനിച്ച് വിഷമിച്ചിരുന്ന ഒരു സമയത്ത് മിക്കവാറും എന്നും അവരോടൊക്കെ വിളിച്ചില്ലെങ്കിലും മെസ്സേജ് ഇട്ടിട്ട് മോളെ നീ വിഷമിക്കാണ്ടിരിക്കുക, നീ അങ്ങനെയല്ല ഇങ്ങനെയല്ല, പിന്നെ ഓരോ പ്രാർത്ഥനകളും കാര്യങ്ങളും. നീ ആരെയും വേണ്ടിയിട്ടോ കണ്ണ് നിറയുമോ, ആരെയും വേണ്ടിയിട്ട് പിന്നെ ദുഷിച്ചിരിക്കുവോ പ്രാവുമോ അങ്ങനെ ഒന്നും ചെയ്യരുത് മോനെ. നീ എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക, പ്രാർത്ഥിക്കുക, നിനക്ക് ദൈവം നല്ലത് വരുത്തും. ഒന്നുമില്ല, നിനക്ക് സ്നേഹനിധിയായ ഒരു സുനിച്ചേട്ടായെ തന്നിട്ടില്ലേ. അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ചെവിയില്ലേ ചേച്ചി പറയുന്ന ആ വാക്കുകളൊക്കെ എൻ്റെ മനസ്സിൽ. എന്നിട്ട് നല്ല നല്ല കൃഷ്ണൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും അങ്ങനെ ഉള്ള ശ്ലോകങ്ങളെല്ലാം ഇങ്ങനെ പാട്ടോ ഇങ്ങനെ ചൊല്ലി തരുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ന് ആ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഓർക്കും ഒരമ്മ പ്രസവിക്കണമെന്നില്ല കൂടപ്പുറപ്പാണെങ്കിൽ. സത്യം അവരൊക്കെ എൻ്റെ ചങ്കുകളാണ് കേട്ടോ. സത്യം നമുക്ക് ആർക്കും ഒന്നും കൊടുത്തോ എന്താ പറയുന്നത്, ഒന്നും കൊടുത്തൊന്നും നമുക്ക് തേക്കാൻ പറ്റത്തില്ല. നമുക്ക് ഏറ്റവും ഒരാൾ വേണ്ടാന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഭക്ഷണം അല്ലേ. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും മതി വയറ് നിറഞ്ഞു കേട്ടോന്ന്. വേറെ എന്ത് സാധനം തന്നാലും, പൈസ ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, നമുക്ക് വേണ്ടാന്ന് നമ്മൾ ആരും പറയുമോ? ആരും പറയില്ല. എന്ന് പറഞ്ഞ പോണക്കാണ് ഈ സ്നേഹം. ഒരു ഉള്ളിൽ തട്ടിയൊരു സ്നേഹമുണ്ടല്ലോ, അത് നമുക്ക് എത്ര കിട്ടിയാലും അത്രമാത്രം ഒരു ഇത് തോന്നുന്നൊരു ഇതാണ് എന്ന് പറഞ്ഞോടക്കാണ് കേട്ടോ ചേച്ചി, മല ചേച്ചിയും ഫാമിലി. എന്നെ പറഞ്ഞാലും എനിക്ക് അവരോട് അത്രയ്ക്കും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എന്തായാലും ഇന്നലെ അതെനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. കാരണം എൻ്റെ മകൾക്ക് സംഭവിച്ച ഒരവസ്ഥ മാതിരിയായിരുന്നു ഇന്നലെ എൻ്റെ. അത് അപ്പോൾ എനിക്ക് അത്രയും ഉറപ്പായി. നല്ല ഒരു കൂടപ്പുറപ്പ് തന്നെയാണ് ഞങ്ങളത് കേട്ടോ. എന്ത് വന്നാലും നമുക്ക് തരണം ചെയ്തേ മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ. അതാണ് ജീവിതം അല്ലേ. നമുക്ക് എന്താ പറയുന്നത്, ഇപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നാളെ നമ്മുടെ കൂടെ കാണണമെന്നില്ല, ഒരിക്കലും ഇല്ല. ഇപ്പോൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പം പൂർമ്പൊന്നും അല്ല, നമുക്ക് അവരുടെ ഒപ്പം ഞെരടി ചാകാനൊന്നും പറ്റത്തില്ല. എന്ത് ദുരിതവും ദുഃഖവും വന്നാലും നമ്മളത് നേരിട്ട് തന്നെ മുമ്പോട്ട് പോകണം അല്ലേ. അപ്പം നമുക്ക് അത് നേരിടാനുള്ളൊരു ശക്തി കിട്ടണമെങ്കിൽ തമ്പുരാൻ്റെ ഒരു ഇത് വേണം, നമുക്ക് ദൈവത്തിൻ്റെ ഒരു ഇത് വേണം. കാരണം അല്ലെങ്കിൽ ആ മോളുടെ എൻ്റെ ഒരു എൻ്റെ ഒരു അറിവിൽ 2ാം ജന്മം എന്നാണ് ഞാൻ പറയുന്നത്, സത്യം. കാരണം അത്രയും അവൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു 3 ദിവസം കൊണ്ട് പോട്ടെ, 8-9 മാസം ചുമന്ന് പോട്ടെ, പക്ഷേ ആ 3 ദിവസം കൊണ്ട് അവൾ എന്തെയുമോ അത്ര സ്ട്രഗിൾ ചെയ്തതാണ്. അപ്പം ദൈവം ആ കുഞ്ഞിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് അവൾക്ക് വേറെ ഒരാവത്തനത്തും വരാതിരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൂർണ്ണമായിട്ടും. അപ്പോൾ ഇനി നല്ല പൊന്നു മക്കളെ കിട്ടുകയൊക്കെ ചെയ്യട്ടെ, കിട്ടിക്കോളും, ദൈവം കൊടുത്തോളും. അപ്പം ഇന്നത്തെ ആ ഒരു കമൻറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടേ ഫീൽ ചെയ്തു. അതാണ് ഞാൻ പിന്നെ ഇന്നും കൂടെ അതിനെക്കുറിച്ച് ഇത്രയും സംസാരിച്ചത് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടായിരുന്നു, 23 വയസ്സുള്ള കുഞ്ഞ് ഡെലിവറി ബോയ് എന്തോ സാധനം ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട്, നിങ്ങളൊക്കെ വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. പിന്നെ ബുക്ക് ചെയ്തിട്ട് ആ സാധനം മേടിക്കാനായിട്ട് ആ മോള് പോയത്. 23 വയസ്സ് വരെ ആ അച്ഛനും അമ്മയും വളർത്തിയതാണ് അല്ലേ. ആ അച്ഛൻ്റെ കൺമുമ്പിൽ ഷോക്കടിച്ച് മരിച്ച് കണ്ടോ, കണ്ട് കമ്പി പൂട്ടി കിടന്ന ആ തോടിനകത്ത് കിടന്ന് നിങ്ങളൊക്കെ കണ്ടായിരുന്നോ? അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, 23 വയസ്സായിട്ടും
അതേപോലെ തന്നെ ഉണ്ടെന്നേ വിരിഞ്ഞ് വരുന്ന പൂവായിട്ടിരിക്കുന്ന സമയത്ത് ഓരോ കുഞ്ഞുങ്ങളെ എനിക്കറിയാം നമ്മുടെ ഈ ഫാമിലി മെമ്പേഴ്സിൻ്റെ എത്രയോ മക്കളെ ദൈവം ഓരോ രൂപത്തിൽ ആക്സിഡൻ്റ് രൂപത്തിലും രോഗത്തിൻ്റെ രൂപത്തിലും ഒക്കെ തരുന്നത്. അപ്പോൾ ഈ അമ്മമാരൊക്കെ എന്നോട് വിളിച്ചിങ്ങനെ ഷെയർ ചെയ്യും. പക്ഷേ ആ ഒരു 2 ദിവസം എനിക്ക് ഭയങ്കര അതിനെക്കുറിച്ചൊരു ടെൻഷനും സങ്കടവും. പക്ഷേ പിന്നെ ഞാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും, അതൊക്കെ തരണം ചെയ്ത് പോയല്ലേ പറ്റത്തുള്ളൂ എന്ന്. എത്ര കാലം കഴിഞ്ഞാലും നമ്മളത് തരണം ചെയ്ത് തന്നെ പോയേ പറ്റത്തുള്ളൂ. പൂച്ച എവിടുത്തെയാണ് നടത്തില്ല, എന്നും പൂച്ചയും പട്ടിയാ. പൂച്ച പിന്നെ കയറിയാലും വലിയ പ്രശ്നങ്ങളില്ല. പൂച്ച കയറിയാൽ നമ്മുടെ ചവിട്ടിയെല്ലാം ഇന്നലെ നശിപ്പിച്ചോളൂ. ഈ ചവിട്ടി ഇന്നലെ എങ്ങാണ്ട് കിടന്നപ്പം ചേട്ടായി മടക്കി എടുത്ത് വയ്ക്കുന്നുണ്ട് വൈകിട്ട് വന്നപ്പോൾ. പിന്നെ പട്ടിയാ ഒരു രക്ഷയില്ലാത്ത, ചെരുപ്പ് പിന്നെ സിറ്റൗട്ടിൽ ഇപ്പം ഇട്ടേക്കാൻ പറ്റത്തില്ല, എടുത്തുകൊണ്ട് പോവുക. എന്നെ ചെയ്യാനാ ഒരു 6 തരത്തില്ല, ഒരു 5-6 ഉണ്ട് പട്ടി. വളർത്തുന്നവരെന്നാൽ കെട്ടിയിട്ട് വളർത്തുവോ ഒന്നും ഇതാക്കുവോ ഒന്നും ചെയ്യത്തില്ല. ഇങ്ങനെ അങ്ങോട്ട് മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ട് അഴിച്ചു വിടും. എന്നെ ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു കോഴിയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. 6 കോഴിയാണെന്ന് അറിയത്തില്ല. 3 പട്ടിയുണ്ടേ. ഒരെണ്ണത്തിൻ്റെ വായിക്കകത്ത് ഒരു കോഴി ഇരിപ്പുണ്ട്. കോഴി ചിറകും കാലും എല്ലാം ഇട്ട് അടിക്കുന്നു. എന്നെ ചെയ്യാനാ 3 കൂടെ അങ്ങോട്ട് പെരുങ്കണ്ണാത്തൂടെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇന്ന് ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായത് കേട്ടോ, ഡാൻസിൻ്റെ റീൽസ്. അത് കഴിഞ്ഞ ദിവസം സാരി കൊടുത്തപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കോമഡി ആവട്ടെ ഇത് ഇതുകൊണ്ട്. ഡാൻസ് കളിക്കാനൊന്നും അറിയത്തില്ല നമുക്ക്, എന്നാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നിങ്ങളെ ചിരിപ്പിക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ മൂടോട്ടായിട്ടിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു 2 പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരി വന്നു കേട്ടോ. കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും നമുക്ക് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു വെവ്വേറി ചിരിക്കാനുള്ള വകുപ്പാവും. അമ്മ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അമ്മ കണ്ടെങ്കിൽ വിളിച്ചേനായിരുന്നു. വിഷ്ണു ചിലപ്പോൾ അമ്മയെ ഞാനും മിച്ചും കൂടെ കിടക്കും. ഞങ്ങൾ നേരത്തെ മാലയിട്ടതിന് ശേഷമല്ല കേട്ടോ, അതല്ലെങ്കിൽ ഇനി അതും പറയും, മാലയിട്ടിട്ട് അവരൊരുമിച്ചാണ് കിടക്കുന്നത്. അതിന് മുമ്പേ അവർ രാത്രി കിടക്കുമല്ലോ, അപ്പം ബെഡ്റൂമിൽ കയറി കഴിഞ്ഞ് ഉറങ്ങാൻ ചിലപ്പോൾ ഉറക്കം കയറുമ്പോഴത്തേനും അമ്മയെ വിച്ചു ഭയങ്കര ചിരിച്ചിരിക്കും. ഞാനവർക്ക് ഇതെന്നാ എൻ്റെ ദൈവമേ എന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേനും കാണിക്കുമെന്ന് എൻ്റെ റീൽസ്. ഞാനെന്തേലൊക്കെ കോമാടിത്തരങ്ങൾ കാണിക്കുന്നത് എൻ്റെ പൊന്നടി ഞാൻ സമ്മതിച്ചിരിക്കുന്നത് പറയുന്നത്. എന്ന് പറഞ്ഞ കണക്ക് ഇന്ന് എനിക്ക് എൻ്റെ റീൽസ് കണ്ടപ്പോൾ എനിക്ക് തന്നെ ശരി വന്നു. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഇതാവണ്ടേ അല്ലേ, കയറി വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾ കുറച്ച് പേരൊക്കെ കുഴപ്പമില്ല അത് പറയുന്നുണ്ടല്ലോ. ഇത് 1-2 വന്നിട്ട് ഇതെന്നാ കൂത്തുകളിയാന്നൊക്കെ ചോദിക്കുമായിരിക്കും. അതൊന്നും നമ്മൾ മൈൻഡാക്കുന്നില്ല അല്ലേ, അതൊക്കെ എന്നാ മൈൻഡാക്കാനാ. അപ്പോൾ സമയം 1:45 ഇന്ന് ഷെയ്ക്കാണ് കഴിച്ചേക്കുന്നത്. കഴിക്കുമ്പോൾ വിശപ്പ് മാറി. അപ്പോൾ ഇനി 2 ഗ്ലാസ് വെള്ളം കുടിക്കും, ഒന്ന് ബാത്റൂമിലും പോവും, എന്നിട്ട് കയറി മുണ്ടയ്ക്കാൻ പോകണം. എന്ത് ദൂരമാണെന്നറിയാമോ, നടന്ന് മനുഷ്യൻ്റെ ഇത് വരും. പിന്നെ എനിക്കിപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ രാവിലെ പോകുമ്പോൾ ഒന്ന് കാല് കെട്ടിക്കൊണ്ട് പോകണം, മരുന്നൊക്കെ വെച്ച് റെഡിയാക്കി കെട്ടിക്കൊണ്ട് പോകണം. പിന്നെ ചെളി പറ്റുമല്ലോ, കൂട് കെട്ടിയെന്ന് പറഞ്ഞാലും പിന്നെ ചെളി പറ്റും. നമ്മളിവിടെ വന്ന് കാല് കഴിയുമ്പത്തിന് വന്നാലേ വീണ്ടും കെട്ടണം. അപ്പം ഞാൻ പറയായിരുന്നു ചേട്ടായി ഒരു 3 ഓയിൽമെൻറ്റ് മേടിക്കേണ്ടി വരുന്നത്, ഒരെണ്ണം കഴിയാറായി, ഇനി ഒരു 3 കൂടെ വേണ്ടി വരുന്നത്. ഇങ്ങനെ എപ്പോഴും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇട്ടേക്കുമല്ലേ അല്ലെങ്കിൽ നമ്മൾ വെച്ച് കെട്ടുന്നൊന്നുമില്ലായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ ഇന്നലെയൊക്കെ ഒരു കുഞ്ഞി പോകച്ചിലും ചെറിയൊരു വേന ഉണ്ടായിരുന്നു. എൻ്റെ ദൈവം എൻ്റെ ഒത്തിരി പിള്ളേർ കേട്ടോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാല് സൂക്ഷിച്ചോണേ. അപ്പോൾ എന്നോടുള്ള ആ സ്നേഹത്തിൻ്റെ ഇതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, ചേച്ചിമാരാണേലും പിള്ളേർ സെറ്റാണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പോൾ ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നതെന്നുള്ളൂ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും എന്നോടുള്ള ഒരു സ്നേഹത്തിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ തൊഴിലുറപ്പ് സ്ഥലത്താണേലും ഉണ്ടല്ലോ, ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ 11 പേരാണ്, 10 പേര് ഒരു പറമ്പിൽ 10 പേരാണേ. അപ്പോൾ സൂസം ചേച്ചി അപ്പം ഞാൻ ഇല്ലിപ്പം. അപ്പം ഈ പറഞ്ഞ കണക്ക് എനിക്ക് നട്ടലിന് പ്രശ്നവും ഇതൊക്കെ ഉണ്ടായിരുന്നതല്ലേ, ഇത്രയും വർഷങ്ങളായിട്ട് തിരുമ്പുകയും പറക്കുന്നത് എല്ലാം ചെയ്യുന്നത് എൻ്റെ പരിസരക്കാർക്ക് എല്ലാം അറിയാം. അപ്പം ഒരു പരിഗണന വെച്ച് ഞാൻ വെട്ടുമൊക്കെ ആണെങ്കിലും നീ ഒന്ന് ഒരുക്കി തരും, ചേട്ടന്മാരാണ് പറയും, നീ ഒരുക്കി തന്നേരാം ഞങ്ങളുടെ വശം കൂടെ ഞാൻ വെട്ടിത്തരാം. അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര ഒരു മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ തമാശയൊക്കെ ആണെങ്കിലും എല്ലാവരും കൂടെ നിന്ന് പറഞ്ഞ് വിറക്കി, അയ്യോ എന്നാ പറയുന്ന സുന്ദരി കൊച്ചായിരുന്നു, അതിൻ്റെ കോലം കണ്ടാൽ മതി, അപ്പടിയാ ഭയങ്കര അത്. അപ്പം നമ്മൾ വേറെയുള്ള മൈൻഡിലോട്ട് പോകും, നമുക്ക് സന്തോഷമാവും. നമ്മൾ എപ്പോഴും നമ്മൾ എന്നാ പറഞ്ഞാൽ പോസിറ്റീവായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരിത് കിട്ടത്തുള്ളൂ. നമ്മളെപ്പോഴും എന്തെങ്കിലും സങ്കടവും വിഷമമായിട്ടിരുന്ന് കഴിഞ്ഞാൽ അയ്യോ ഇന്നലെ എനിക്ക് അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഇതായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇന്നിരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തിനൊക്കെ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും, ബുധനാഴ്ച വ്യാഴാഴ്ച കൊണ്ടൊക്കെ കഴിയുമായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്ന വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ കഴിയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നത്. അമ്മയാണ് കഴിഞ്ഞ ദിവസം വരുന്നു പറഞ്ഞാൽ, പിന്നെ പിള്ളേരെ കണ്ട് പോകുന്നു പറഞ്ഞാൽ അവർ പോയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും വരാത്ത. ഏതായാലും ഇനിയിപ്പം ഞാൻ തൊഴിലുറപ്പിന് പോകുന്നതുകൊണ്ട് വരികയില്ല, കാരണം പകലമ്മയ്ക്ക് തന്നെ ഇരിക്കാൻ മടിയാണ്.
പിന്നെ കിട്ടുമ്പോഴേ നമുക്ക് പണി കിട്ടത്തുള്ളൂ. എപ്പോഴും എന്നും ഒന്നും ഇല്ല, നമ്മുടെ സൗകര്യത്തിന് കിട്ടത്തുമില്ല. അപ്പം നമുക്ക് അവർ സർക്കാർ ഒരു ഇത് തരുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ വിനിയോഗിക്കുക അല്ലേ. ആ സമയത്ത് നമ്മൾ പോകാൻ പറ്റുമെങ്കിൽ പോയി ചെയ്ത് 10 പൈസ കൊടുക്കുക. സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാൻ നമ്മൾ കേട്ടിട്ടില്ല നമ്മളെ കാരണവന്മാർ വന്നതെന്ന് പറഞ്ഞവർക്ക്. അന്ന് കാലത്ത് പോയി 10 പൈസയ്ക്ക് പണിതാലേ നമുക്ക് ഒരു ആവശ്യത്തെയോ കാര്യങ്ങളോ വരുമ്പോൾ ആരോടും ചോദിക്കാണ്ടിരിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് ഞാൻ ഓർക്കും പോയേക്കാം എന്ന് വിചാരിക്കും. 10 പൈസയ്ക്ക് 10 പൈസ കിട്ടുമല്ലോ, വീട്ടിൽ ഇരുന്നാൽ കിട്ടുമോ അല്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടമാണ് കേട്ടോ, പോകാനായിട്ടും പണി ചെയ്യാനായിട്ടും പിന്നെ അവരോട് എല്ലാവരോടും കൂട്ടൊക്കെ കൂടി സാറായൊക്കെ പറയാനായിട്ടും ഒക്കെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളില്ല. ഇന്നലത്തെ ആ ഒരു മൂടോട്ടിന്ന് സത്യം പറഞ്ഞാൽ ഇതുങ്ങളുടെ എല്ലാ സംസാരവും കാര്യങ്ങളും കണ്ടിട്ടാണ് ഞാനൊരു ഒന്നിതായത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ പിന്നെ എന്നാ പറയുന്നത്, പിന്നെ നാളെ നമുക്ക് എന്തെങ്കിലും ഫുഡിൻ്റെ വീഡിയോ എടുക്കാം. ചേട്ടായി ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അത് എന്നാണെന്ന് ഞാൻ പറയത്തില്ല. അതൊക്കെ സെറ്റാക്കി നമുക്ക് കുറേ ദിവസമായില്ലേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു ഫുഡിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ അവലോടെ ഒന്ന് ഇടിച്ചു കൊടുത്തേ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.